ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. നല്ലതാണെന്ന് നമുക്കറിയാം. എന്നാൽ എത്ര തവണ ചവയ്ക്കണം അതാരും പറഞ്ഞിട്ടില്ല അല്ലേ? യഥാർത്ഥത്തില് ഭക്ഷണം നമ്മൾ ചവച്ചരച്ച് കഴിക്കണം എന്ന് പറഞ്ഞാൽ 30 തവണ ഒരു ഭക്ഷണത്തിന്റെ ഒരു ഉരുള വായ്ക്കകത്ത് വെച്ച് ചവച്ചിട്ട് വേണം വിഴുങ്ങാൻ. ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസപ്പെടാം. അത് 20 വേണമെങ്കിലും ചുരുങ്ങാം. ഇല്ലെങ്കിൽ ഇപ്പൊ സ്റ്റീക്ക് പോലെ കട്ടിയുള്ള ഇറച്ചിയൊക്കെ നമ്മൾ തീയിൽ ചുട്ടെടുത്ത ഇറച്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 40-42 തവണ വരെ നമുക്ക് ചവച്ച് വിഴുങ്ങാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചവച്ച് വിഴുങ്ങണമെന്ന് പറയണമെന്നറിയാവോ? പല ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഭക്ഷണത്തിന്റെ ദഹനം തുടങ്ങുന്നത് വായിലാണ്. ഭക്ഷണം നന്നായിട്ട് നമ്മൾ ചവച്ചരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഉമിനീരിലുള്ള ടൈലിൻ എന്ന് പറയുന്ന ഘടകം ഭക്ഷണത്തിൽ ആദ്യമേ ദഹിച്ചു തുടങ്ങിയിട്ട് വായ്ക്കകത്ത് തന്നെ ഈ കാർബോഹൈഡ്രേറ്റിന്റെ ദഹനം തുടങ്ങുന്നു. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ചവച്ചരച്ച ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആമാശയത്തിൽ ഈ ഫൈബറുകൾ, നാരുകൾ നന്നായിട്ട് ബ്രേക്ക് ചെയ്ത് ചെല്ലുന്നതുകൊണ്ട് ഭക്ഷണത്തിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സ് പൂർണ്ണമായിട്ടും ആമാശയത്തിൽ ദഹിക്കുകയും കുടലിലേക്ക് ഈ ദഹിച്ച് കഴിഞ്ഞ ഘടകങ്ങൾ മാത്രം പോകും. നിങ്ങൾക്ക് കീഴ്വായു ശല്യം ഉണ്ടെങ്കിലോ ഭക്ഷണം കഴിക്കുമ്പോൾ കമ്പനം വരുന്നുണ്ടെങ്കിലോ ഇതെല്ലാം മാറ്റാൻ സഹായിക്കും. മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് വണ്ണം കുറയാൻ സഹായിക്കും. എങ്ങനെയെന്നറിയാവോ? നിങ്ങൾ ഭക്ഷണം വായ്ക്കകത്ത് വെച്ച് നന്നായിട്ട് ചവച്ചരച്ച് വിഴുങ്ങുന്ന സമയത്ത് ഭക്ഷണം ഉള്ളിലേക്ക് എത്തുന്നതിന്റെ അളവ് സ്ലോ ആകുകയും നമ്മുടെ തലച്ചോറിൽ ഈ ഗ്രലിൻ ലെപ്റ്റിൻ എൻസൈമുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കപ്പെടുകയും കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു മതി എന്നൊരു ഫീല് നമുക്ക് വരികയും ചെയ്യും. നാലാമത്തെ ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മലശോധന ശരിയാകുന്നതിനും ദഹനം നന്നായിട്ട് നടക്കുന്നതിനും ഇത് തന്നെ സഹായിക്കും. അഞ്ചാമത്തെ ഗുണമാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണത്തിനെ രുചി അറിഞ്ഞ് ടേസ്റ്റോട് കൂടി ചവച്ചരച്ച് കഴിക്കുന്നത് നിങ്ങൾക്ക് ടെൻഷൻ ഒരുപാട് കുറയ്ക്കുന്നതിന് സഹായിക്കും. അതായത് ഭക്ഷണത്തിനെ എൻജോയ് ചെയ്ത് സന്തോഷത്തോടു കൂടി കഴിക്കാനായിട്ട് ചവച്ചരയ്ക്കുന്നത് സഹായിക്കും. അപ്പോൾ എങ്ങനെ ചവച്ചരച്ച് കഴിക്കണം, എത്ര തവണ കഴിക്കണം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കൊച്ചു കുട്ടികൾ പോലും നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നത് വേണം ശീലിക്കാൻ.